റെക്കോർഡ് ചെയ്ത് വെച്ചാണ്. അപ്പോൾ അത് പോയി രണ്ടാമത് വോയിസ് ഓവർ ചെയ്ത് കൊടുക്കും. അപ്പോൾ നല്ല കഷ്ടപ്പാടാണ് ഇങ്ങനെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതിന്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ AI വീഡിയോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം യൂട്യൂബ് വഴി എന്നാണുള്ളത് കാണിക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഇതെങ്ങനെയാണ്. ഇപ്പോൾ ഞാൻ നല്ല നല്ല വണ്ടർഫുൾ വീഡിയോസ് ഉണ്ടാക്കിയിരുന്നു. ഇപ്പോൾ പ്രത്യേകിച്ച് ക്രിയേറ്റ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ നാളെ ഓണമാണ്. പിന്നെ അതുകൂടാതെ ഇന്നെൻ്റെ ഒരു ഫ്രണ്ടും ചോദിച്ചു ഇതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. എല്ലാവർക്കും ഭയങ്കര ഒരു അത്ഭുതം ഇതെങ്ങനെയാണ് നമ്മൾ തന്നെയാണ് കറക്റ്റ് ഫുള്ളും നമ്മുടെ പിക്ചേഴ്സ് യൂസ് ചെയ്ത് നമ്മുടെ ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സൊക്കെ യൂസ് ചെയ്ത് നമുക്ക് കുറച്ച് മിനിറ്റുള്ള വീഡിയോ ഒക്കെ നമുക്ക് ഇതിനകത്ത് ഇടാം. ഓക്കെ, അപ്പോൾ നമുക്കപ്പോൾ അതിലോട്ട് നമുക്ക് കിടക്കാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ആദ്യമേ നമ്മുടെ പേജിൽ പോകുക. യൂട്യൂബ് ചാനൽ ഉള്ളവരാണ് ഇത് ക്ലിക്ക് ചെയ്യുക. ഒരു താഴെ ഓപ്ഷൻ കിടപ്പുണ്ട്, ഒരു പ്ലസിൻ്റെ ഒരു ഇൻ്റർഫേസ് ഒരു മാർക്ക് കിടപ്പുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. സെപ്പറേറ്റ് വോയിസ് ഓവർ കൊടുക്കുന്നതിന് നല്ല പാടാണ്. ഇപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഷോർട്ടിന് ഇപ്പോൾ ഓൾറെഡി ഇവിടെ മൈക്കിൻ്റെ ഇത് അവൈലബിൾ അല്ലെന്ന് പറയുന്നുണ്ട്. നമ്മൾ എക്സ്ട്രാ വേറെ റെക്കോർഡ് ചെയ്ത് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ മേലെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം, ഒരു സ്റ്റാർട്ട് ചിഹ്നം. ഓക്കെ, അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേന് ചിലപ്പോൾ നെറ്റ് ഇഷ്യൂവും കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ നമുക്കിപ്പം പെട്ടെന്ന് കിട്ടത്തില്ല. നിങ്ങൾക്ക് അതുകൊണ്ടോ ഓഫ്ലൈൻ എന്ന് പറയും. ആദ്യത്തെ ഒരു പ്രശ്നം അതാണ്. പിന്നെ അത് ഇങ്ങനത്തെ ഒരു ഇൻ്റർവ്യൂ മേളിൽ കുറേ സംഭവങ്ങൾ കിടപ്പുണ്ട്. അപ്പം നമ്മൾ നിലവിൽ ക്രിയേറ്റ് ചെയ്യുന്നത് അതല്ല, വേറെയാണ്. പിന്നെ നമ്മൾ സേവായി കിടക്കുന്ന വീഡിയോ മേളിൽ ഒരു ഇത് കാണാമല്ലോ, നിങ്ങൾക്ക് ഒരു ക്ലോക്കിൻ്റെ ചിഹ്നം. ഇവിടെ എല്ലാം നമ്മുടെ സേവായി കിടക്കും വീഡിയോസ് എല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് പിന്നെ നമുക്ക് ഇൻസ്റ്റയിലോ നമ്മുടെ FB പേജിലോ നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ വാട്സപ്പിലോ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ഇടാം നല്ല നല്ല വീഡിയോസ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് അത് വേറെ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. സേവ് ചെയ്തിട്ട് ഞാൻ എൻ്റെ പേജ് ഇടുന്നതായിരിക്കും. ഇത് നമുക്ക് ടോപ്പിലോട്ട് കിടക്കാം. ഇപ്പോൾ ഡിസ്ക്രൈബ് യുവർ ഐഡിയ ആദ്യമേ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആദ്യമേ ടോപ്പിക് കൊടുക്കുക. ടോപ്പിക്ക് നമുക്കിപ്പോൾ ഇംഗ്ലീഷിൽ കൊടുത്തിട്ട് മലയാളത്തിലോട്ട് അവരോട് ആക്കാൻ പറഞ്ഞാൽ മതി. അപ്പോൾ ആദ്യമേ ഹൈ ഡിയേഴ്സ് എന്ന് കൊടുക്കാം. പിന്നെ ഹാപ്പി ഉത്രാടം ടു ഓൾ അങ്ങനെ കൊടുക്കാം, വിഷസൊക്കെ പറഞ്ഞ്. അത് കഴിഞ്ഞ് പിന്നെ മേക്ക് എ റെസിപ്പി ലെറ്റ്സ് മേക്ക് എ റെസിപ്പി ഓഫ് എന്തെങ്കിലും കറി, ഇഞ്ചിക്കറിയോ ഓലം കറിയോ പായസമോ എന്തെങ്കിലും ഒരു ടോപ്പിംഗ് കൊടുക്കുക. അപ്പം അങ്ങനെ കൊടുക്കുക. അത് കഴിഞ്ഞ് പ്രത്യേകിച്ച് പറയണം, നമ്മൾ ഇവിടെ ഒരു AI ഇത് ഉണ്ടാക്കുന്ന കാരണം നമ്മൾ ഇപ്പം പ്രത്യേകിച്ച് ഒരു ലാംഗ്വേജ് എടുത്ത് പറഞ്ഞില്ലെങ്കിൽ അത് AI ഇന്നത്തെ എങ്ങനെയാണോ വരുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിലാണെങ്കിൽ അത് ഇംഗ്ലീഷ് ലാംഗ്വേജിലെ അതവിടെ എടുത്ത് കാണിക്കുകയുള്ളൂ. അപ്പോൾ അതെല്ലാം റെസിപ്പി എടുത്ത് പറയണം. എല്ലാം പറഞ്ഞു കഴിഞ്ഞ് നമ്മളവിടെ യൂസ് മലയാളം ലാംഗ്വേജ് എന്ന്